ഹായ്, നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന വീട് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ 1105 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 693 സ്ക്വയർ ഫീറ്റുമായി 1798 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ കണ്ടംപററി സ്റ്റൈലിൽ ഫ്ലാറ്റ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന് ഭംഗി നൽകുന്നതിന് വേണ്ടി കൂടുതൽ ഷോവാളുകൾ നമ്മൾ ഈ വീടിന് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. വീടിൻ്റെ വലത് ഭാഗത്ത് വരുന്ന റൂമിൻ്റെ സൺഷെയ്ഡ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടും അതിൻ്റെ സൈഡിൽ ഒരു ഷോവാൾ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഇടത് ഭാഗത്ത് വരുന്ന റൂമിന് സൺഷെയ്ഡ് ഫ്ലാറ്റായിട്ടും അതിൻ്റെ രണ്ട് അറ്റത്തുമായിട്ട് ഷോവാൾ നൽകിയിരിക്കുന്നു. ഇത് വീടിന് കൂടുതൽ ഭംഗി നൽകുന്നു. അതുപോലെ തന്നെ ആ ഒരു റൂമിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഓപ്പൺ ടെറസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു വീടിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇതിൻ്റെ സ്ലാബ് 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് സിറ്റ് ഔട്ടിൻ്റെ സ്ലാബും ഒരു ലെവൽ, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മെയിൻ സ്ലാബ് മറ്റൊരു ലെവൽ, അത് കഴിഞ്ഞ് ബാൽക്കണി മറ്റൊരു ലെവൽ, അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മെയിൻ സ്ലാബ് മറ്റൊരു ലെവലായിട്ട്, അങ്ങനെ സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ എലിവേഷൻ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെ എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വീടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. ആ സിറ്റ് ഔട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 330x200 അതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് ഡോറ് വരുന്നത്. അതിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് നമ്മളൊരു വിൻഡോയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സിറ്റ് ഔട്ടിൽ നിന്നും ഡൈനിങ് ഹാളിലേക്കാണ് കയറി വരുന്നത്. ഡൈനിങ് ഹാളിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ സ്റ്റെയർ കേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈഡ് കൂടെയാണ് നമ്മളൊരു ബെഡ്റൂമിലേക്ക് കയറുന്നത്. ആ ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 330x ആ ബെഡ്റൂമിൻ്റെ ആ ഒരു സൈഡിലെ രണ്ട് രണ്ട് മറ്റൊരു സൈഡിലായിട്ട്, അതുപോലെ തന്നെ 2 സിംഗിൾ വിൻഡോയും 2 ചുമരിലും ആ ഒരു ബെഡ്റൂമിൽ മൊത്തത്തിൽ അത് അറ്റാച്ച്ഡ് കൂടിയാണ് ആ ഒരു ബെഡ്റൂം വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അതിൻ്റെ ടോയ്ലറ്റിൻ്റെ സൈസ് വരുന്നത് ലാൻഡിങ്ങിൻ്റെ താഴെ ആയിട്ടാണ് ആ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വീണ്ടും തിരിച്ച് ഈ ഒരു വീടിൻ്റെ സെൻറ്റർ ഭാഗത്ത് എത്തിയിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഡൈനിങ് ഹാൾ കാണാം. വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ആ ഡൈനിങ് ഹാളിൻ്റെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 360x220 നമ്മൾ ആ ഒരു ഡൈനിങ് ഹാളിന് കണ്ടിട്ടുള്ള സ്പേസ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ലിവിങ് റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. സോഫ എൽ ഷേപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 360x270 നമ്മൾ ലിവിങ് റൂമിന് വേണ്ടി കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോയിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലിവിങ് റൂമും ഡൈനിങ് ഹാളും സ്റ്റെയർ കേസ് റൂമും എല്ലാം ഒരുമിച്ചായിട്ടാണ് ഒരു എൽ ഷേപ്പിലാണ് മൊത്തത്തിൽ വരുന്നത്. ഇത് മൊത്തത്തിലൊരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ വീടിന് നല്ല വെൻറ്റിലേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ട്രാഫിക്, അതായത് ഒരു ഇടുങ്ങിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഈ വീടിന് വരില്ല. ഇനി നമ്മൾ നേരെ വീണ്ടും ഈ വീടിൻ്റെ സെൻറ്റർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കിച്ചന് തൊട്ടടുത്ത് തന്നെ വർക്കിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചന് 360x330 കിച്ചൻ്റെ സൈസ് വരുന്നത്. അവിടെ നമ്മൾ എൽ ഷേപ്പിൽ റാക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓരോ അടുപ്പൊക്കെ ഇവിടെ വരുന്നുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കിച്ചണിൽ തന്നെ നമ്മൾ സ്റ്റോർ റൂം 120x200 എന്നുള്ള സൈസിൽ സ്റ്റോർ റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ വർക്ക് ഏരിയ വരുന്നത് 110x330, കാരണം നമുക്ക് അത്ര സ്പേസ് ഉള്ളൂ ആ ഒരു ഏരിയയിൽ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വർക്ക് ഏരിയ അത്ര ചെറിയ സൈസിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വീണ്ടും ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 360x330. ഏകദേശം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. നമ്മൾ ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ ബെഡ്റൂം കൂടിയാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ടോയ്ലറ്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ആ ഒരു ടോയ്ലറ്റിൻ്റെ സൈസ് വരുന്നത് 165x200. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിനും നമ്മൾ 2 ചുമരിൻ്റെ ഭാഗത്തായിട്ട് 4 സിംഗിൾ വിൻഡോ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ 1105 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയെന്ന് നോക്കാം. നമ്മുടെ ഈ സ്റ്റെയർ കയറി നേരെ വരുന്നത് ഒരു ഹാളിലേക്കാണ്. ആ ഹാളിൻ്റെ സൈസ് എന്ന് പറയുന്നത് 330x435. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഹാളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ടെറസ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലിവിങ് റൂമിൻ്റെ തൊട്ട് മുകളിലുള്ള ചെറിയൊരു ഭാഗം ഓപ്പൺ ടെറസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത്
ഡൈനിങ് ഹാളിൻ്റെ തൊട്ട് മുകളിലുള്ള സ്ഥലം നമ്മൾ സീയും ബിലോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഉള്ള ഭാഗം കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മളൊരു പാസേജ് കൂടിയും കൊടുത്തിട്ടുണ്ട്. ഈ പാസേജ് കൊടുക്കാനുള്ള 2 കാരണങ്ങൾ, ഒന്ന് നമ്മൾ ആ ഒരു വീടിന് ഭംഗി നൽകുന്നതിന് വേണ്ടി, മറ്റൊന്ന് നമ്മുടെ ആ സൈഡിലുള്ള വിൻഡോ മറ്റുള്ള കാര്യങ്ങളൊക്കെ തുറക്കാനോ ഒക്കെ വേണ്ടിയാണ് നമ്മളവിടെ ഒരു പാസേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു വീടിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വലത് ഭാഗത്ത് താഴെ ഉള്ളതുപോലെ തന്നെ മുകളിലും ഒരു 300x330 ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ചുമരുകളിലായിട്ട് 4 സിംഗിൾ വിൻഡോയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ വീടിൻ്റെ സെൻറ്റർ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടത് ഭാഗത്ത് നമ്മൾ വലിയൊരു ബെഡ്റൂം, നേരത്തെ പറഞ്ഞ പോലെ 360x330 ഒരു ബെഡ്റൂം, അതിന് ടോയ്ലറ്റ് 165x200 ഒരു ടോയ്ലറ്റ് കൂടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡൈനിങ് ഹാളിൽ തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് 120x200 സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ കിച്ചന് മുകളിലുള്ള ഭാഗം നമ്മൾ മൊത്തം ഓപ്പൺ ടെറസ് ആയിട്ടാണ് ഈ ഒരു വീടിന് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഏരിയ വരുന്നത് 693 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഓപ്പൺ ടെറസ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്ലാബ് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ്, നേരത്തെ പറഞ്ഞതുപോലെ ഷോവാളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിലും അതുപോലെ തന്നെ വീടിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ ഒരു എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഷോവാളുകൾ ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ഒരു വീടിന് ഏറ്റവും നല്ല ഭംഗി നൽകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ വർക്ക് ഇപ്പോൾ നിലവിൽ നമ്മൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വീടിൻ്റെ ഓരോ സമയത്തുള്ള സ്റ്റെപ്പുകൾ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഇതുവരെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്